എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ SCRT സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് SCRT പുസ്തകങ്ങളിൽ ഉള്ള വിവരങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. യെസ്, നമ്മൾ SCRT പുസ്തകമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സിലബസിൽ വരുന്ന ആ ഭാഗങ്ങളായിക്കോട്ടെ, അതെടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലേ. അതായത് കേരളത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ചരിത്രത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ചരിത്രത്തെ മാറ്റി കുറിക്കുന്നതായിരുന്നു യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്നത്. യൂറോപ്യന്മാരുടെ വരവിന് തുടക്കം കുറിക്കുന്നത് എന്താണ്? വാസ്കോഡ ഗാമയുടെ ചരിത്രയാത്രയാണ്. വാസ്കോഡ ഗാമയുടെ ഇന്ത്യ അന്വേഷിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളെ അന്വേഷിച്ചുകൊണ്ടുള്ള വാസ്കോഡ ഗാമയുടെ ചരിത്രയാത്ര മുതലാണ് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മുടെ മുൻപിൽ തുടങ്ങുന്നത്. ആദ്യമായിട്ട് വാസ്കോഡ ഗാമയെക്കുറിച്ച് പറയുന്ന സമയത്ത് പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ആ ഒരു കപ്പൽ യാത്ര ആരംഭിക്കുന്നത്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്നുമാണ്. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ 170 നാവികരടങ്ങുന്ന 4 കപ്പലുകളുമായിട്ടാണ് അദ്ദേഹം യാത്ര ആരംഭിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ 4 കപ്പലുകളിൽ ഒരെണ്ണം ചരക്ക് കപ്പലായിരുന്നു. അത് യാത്രാമധ്യേ എന്ത് ചെയ്തു? തകർന്നു പോവുകയുമുണ്ടായി. അതുകൊണ്ട് 3 കപ്പലുകൾക്ക് എന്തുള്ളൂ? കൃത്യമായിട്ടുള്ള പേരുകളും അതേപോലെ തന്നെ രേഖകളുമുള്ളൂ. അദ്ദേഹം ഇവിടെ എത്തുന്ന സമയത്ത് 3 കപ്പലുകളും 170 നാവികരടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് വാസ്കോഡ ഗാമ എന്ത് ചെയ്യുന്നത്? കേരള തീരം തൊടുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആയിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വാസ്കോഡ ഗാമയ്ക്ക് മുൻപ് പലരും ഏഷ്യൻ രാജ്യങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടൽ മാർഗമുള്ള ഈ ഏഷ്യ രാജ്യത്തേക്കുള്ള ആ ഒരു പാത കണ്ടെത്താൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ആ ശ്രമങ്ങളൊക്കെ തന്നെയും എന്താവുന്നുണ്ട്? വിഫലമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു യാത്രയ്ക്ക് ശേഷം ഇദ്ദേഹം ഇത്തരത്തിലുള്ളൊരു സമുദ്രപാത കണ്ടെത്താൻ വേണ്ടിയിട്ട് തുനിയുന്ന സമയത്ത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു പാത അദ്ദേഹം തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് അദ്ദേഹം എത്തുകയുണ്ടായി. ആ ഒരു തെക്കേ അറ്റത്തെ ഏഷ്യയിലേക്കുള്ള ആ ഒരു യാത്രയ്ക്ക്, ഏഷ്യയിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു ലക്ഷ്യത്തിന് പ്രതീക്ഷ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തെ, ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ ശുഭപ്രതീക്ഷാ മുനമ്പ് അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വിളിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. വാസ്കോഡ ഗാമ ലിസ്ബൺ തുറമുഖത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. 3 കപ്പലുകളും 170 നാവികരടങ്ങുന്ന ഒരു സംഘമായിട്ട് അദ്ദേഹം കേരളത്തിൽ എത്തിച്ചേരുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ആഫ്രിക്കയെ ചുറ്റി സഞ്ചരിച്ച്, ആഫ്രിക്കയുടെ തെക്കേ ഭാഗത്തെ ചുറ്റി സഞ്ചരിച്ച് ശുഭപ്രതീക്ഷാ മുനമ്പ് കടന്ന് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? കേരളത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആ ഒരു ശുഭപ്രതീക്ഷാ മുനമ്പിനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്ന് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ആഫ്രിക്കയുടെ കിഴക്കൻ തീരമായിട്ടുള്ള മലിന്തി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ആ മലിന്തിയിലുള്ള നാവികരുടെ സഹായത്തോടുകൂടി 1498 മെയ് 20 എന്ന പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ആ ഒരു ദിവസത്തിൽ അദ്ദേഹം കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് വന്ന് കാലുകുത്തുകയാണ്. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1498 മെയ് 20 അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് എത്തിച്ചേരുകയാണ്. ഈ ഒരു യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്തായിരുന്നു അല്ലെങ്കിൽ ഫലം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ കടൽ മാർഗമുള്ള പാത കണ്ടെത്തി എന്നുള്ളത് തന്നെയായിരുന്നു എന്ത് ചെയ്യുന്നത്? ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രമാണ് അല്ലേ. കാരണം വാസ്കോഡ ഗാമയുടെ ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് യൂറോപ്പിൽ നിന്നും പല ശക്തികളും ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഒക്കെ എത്തിച്ചേരുകയും ഇന്ത്യ കുറേയധികം കാലഘട്ടത്തേക്ക് കോളനിവൽകൃതമായിട്ട് മാറുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ആരംഭം എന്താണ്? യൂറോപ്യന്മാർ കടൽ മാർഗമുള്ള ഈ പാത കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ശുഭപ്രതീക്ഷാ മുനമ്പ് അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ആഫ്രിക്കയുടെ തെക്കേ അറ്റമായിരുന്നു ആ ഭാഗം. ആഫ്രിക്ക
ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റമായിരുന്നു ആ ഭാഗം. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റമാണ് ശുഭപ്രതീക്ഷ മുനമ്പ്. അറ്റ്ലാന്റിക് സമുദ്ര തീരത്താണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളൊരു പ്രതീക്ഷ ലഭിക്കുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് ഈ ഒരു പേര് വന്നു ചേർന്നിട്ടുള്ളത്. വാസ്കോഡഗാമയുടെ യാത്രയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ കപ്പൽ തകർന്നു പോയ കാര്യമൊക്കെ നമ്മൾ പറയണ്ടായില്ലേ. വാസ്കോഡഗാമയുടേത് മാത്രമല്ല, അതിനുശേഷം ഇന്ത്യ കണ്ടെത്താൻ അല്ലെങ്കിൽ ഏഷ്യ കണ്ടെത്താൻ യാത്ര ചെയ്തിട്ടുള്ള പല യൂറോപ്യന്മാർക്കും അവരുടെ ധനം അല്ലെങ്കിൽ അവരുടെ കപ്പലുകൾ ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. അത് മാത്രമല്ല, ഇത്രയുമൊക്കെ വളരെ റിസ്കി ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള യാത്ര ചെയ്തുകൊണ്ട് അവരെന്തിനാണ് ഈ ഒരു ഏഷ്യൻ തീരം അല്ലെങ്കിൽ ഇന്ത്യ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്? ആ ഒരു കടൽ മാർഗം കണ്ടെത്താൻ കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി എന്നുള്ളതായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് അന്നത്തെ കരമാർഗമുള്ള ആ ഒരു വാണിജ്യ ബന്ധത്തിൻ്റെ ഒരു പാതയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം. തുർക്കികൾ അത് പിടിച്ചെടുത്തതോടുകൂടി ഏഷ്യയിലേക്കുള്ള ഒരു കണക്ഷൻ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവർക്ക് ഇതല്ലാതെ ആൾട്ടർനേറ്റീവായിട്ട് ഒരു പാത കണ്ടെത്തേണ്ട ആവശ്യകത വന്നു ചേരുകയാണ്. ഇതോടെ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കരമാർഗമുള്ള കച്ചവടം തടസ്സപ്പെട്ടു. ഇതുകൂടാതെ അന്ന് യൂറോപ്പിൽ കപ്പൽ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സാങ്കേതികമായിട്ടുള്ള പുരോഗതി, ഈ കപ്പൽ അതിൻ്റെ ആ ഒരു യാത്രയെക്കുറിച്ച് അല്ലെങ്കിൽ കപ്പലിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ഒക്കെ തന്നെ പുതിയതായിട്ടുള്ള കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം കാര്യങ്ങളുടെ പുതിയ നിർമ്മാണം എന്നിവയൊക്കെ തന്നെ എന്തിനെ സ്വാധീനിച്ചു? ഈ കടൽ മാർഗമുള്ള യാത്രയെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഇതുകൂടാതെ അന്ന് ദിശ അറിയാനുള്ള കോമ്പസ്, ഭൂപടങ്ങളുടെ നിർമ്മാണം എന്നിവയൊക്കെ യൂറോപ്പിൽ വളരെ പ്രാബല്യത്തിൽ വന്നിരുന്നു. അതായത് അന്ന് കടലിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ കരയിലൂടെ സഞ്ചരിക്കുന്ന പോലെ വളവും തിരിവും ഒന്നും ഇല്ലാതെ കടലിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളുടെ സ്ഥാനം അല്ലെങ്കിൽ ദിശ ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കടൽ മാർഗം ആളുകൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ കോമ്പസ് കണ്ടെത്തിയതോടുകൂടി, വടക്ക് നോക്കി യന്ത്രം കണ്ടെത്തിയതോടുകൂടി അവർക്ക് യാത്ര ചെയ്യാനായിട്ട് എന്തായി? കുറച്ചുകൂടെ എളുപ്പമായിട്ട് മാറി. ഇതുകൂടാതെ ഭൂപടത്തിൻ്റെ നിർമ്മാണവും യാത്രയെ സ്വാധീനിച്ചു. ഇതുകൂടാതെ യൂറോപ്പിൽ നിന്നും സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ആവശ്യകതയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ എത്തിച്ചേരുന്ന ആ ഒരു സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് വളരെയധികം വിലമതിപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ ആവശ്യക്കാരുണ്ടായിരുന്നു എന്നുള്ളത് കൂടെ ഈ കടൽ മാർഗമുള്ള പാത കണ്ടെത്താനുള്ള ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറായിട്ട് മാറി. ഇനി പോർച്ചുഗീസുകാർ വാസ്കോഡഗാമയുടെ വരവിന് ശേഷം കേരളത്തിൽ എത്തിച്ചേരുകയും കേരളത്തിൽ അതേ തുടർന്നുള്ള ഒരുപാട് മാറ്റങ്ങളും സംഭവിക്കുകയും ഉണ്ടായി. എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ? പ്രധാനമായിട്ടും ഗാമ എത്തുന്ന സമയത്ത് കോഴിക്കോടുള്ള ഭരണാധികാരി എന്ന് പറയുന്നത് സാമൂതിരിയായിരുന്നു. സാമൂതിരിയുടെ ഭരണത്തിന്റെ കീഴിലാണ് അന്ന് കോഴിക്കോട് പ്രദേശം ഉണ്ടായിരുന്നത്. അക്കാലത്ത് വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അറബികളായിരുന്നു. യൂറോപ്യന്മാരെ ഇന്ത്യയിൽ എത്തിച്ചേരുന്നതിൻ്റെ വളരെ കാലം മുൻപ് തന്നെ നമുക്ക് അറബികളുമായിട്ട് കച്ചവട ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അറബികളായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്ന വ്യാപാരം പ്രധാനമായിട്ടും നിയന്ത്രിച്ചിരുന്നത്. അറബികളെ പുറത്താക്കണമെന്നും ഈ കച്ചവടത്തിന്റെ ഒരു കുത്തക പോർച്ചുഗീസുകാർക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോർച്ചുഗീസുകാർ സാമൂതിരിയെ സമീപിക്കുന്നുണ്ട് ആ ഒരു സമയത്ത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യാണ്? അവരുടെ ഈ ഒരു ആവശ്യത്തെ നിരസിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാമ കണ്ണൂരിലെത്തുകയും കണ്ണൂരിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കോലത്തിരി രാജാവുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? കേരളത്തിലും പല പ്രദേശങ്ങളിലുമായിട്ട് വളരെ വലിയ വ്യാപാരങ്ങൾ നടത്തുകയും ഈ ഒരു യാത്രയിലൂടെ തിരിച്ച് അവരുടെ നാട്ടിലെത്തുന്ന സമയത്ത് അന്ന് യാത്രാ ചെലവിന് അവർക്ക് ചിലവായിട്ടുള്ള പൈസയുടെ 60 ഇരട്ടി ലാഭവുമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? തിരിച്ച് പോർച്ചുഗീസിലേക്ക് മടങ്ങി ചെല്ലുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത്രയധികം സാഹസികതയൊക്കെ അനുഭവിച്ച് ഇവർ ഏഷ്യൻ തീരത്തിൽ എത്തിച്ചേരുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഇത്രയധികം വലിയൊരു ലാഭം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കച്ചവട ബന്ധത്തിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പോർച്ചുഗീസുകാർ അന്ന് കേരളത്തിൽ വരികയും ഈ വ്യാപാരത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇടം കണ്ടെത്തുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിനുശേഷം മെല്ലെ മെല്ലെ അവരുടെ വ്യാപാര ബന്ധങ്ങൾ മറ്റ് ഇവിടെയുള്ള ആ ഒരു വേരുകൾ ഉറപ്പിക്കുകയും കൂടെ അവർ ചെയ്യുകയാണ്. പ്രധാനമായിട്ടും പോർച്ചുഗീസുകാർ അന്ന് കുരുമുളക് വ്യാപാരത്തിൻ്റെ കുത്തക നേടിയെടുക്കുകയാണ്. അതുകൂടാതെ കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുമായിട്ട് പോർച്ചുഗീസുകാർ കരാറുണ്ടാക്കുകയും ചെയ്തു. ഇതുകൂടാതെ തദ്ദേശീയവരായിട്ടുള്ള ആളുകളെ, ഇവിടെയുള്ള ആളുകളെ മതപരിവർത്തനം
വ്യാപാരം ചെയ്യുകയും അവർ ചെയ്യുകയുണ്ടായി. തദ്ദേശീയരുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയും അവർ ചെയ്തു. അങ്ങനെ പതുക്കെ പതുക്കെ വ്യാപാരത്തിന് വേണ്ടിയിട്ട് വന്ന ആളുകൾ ഇവിടെയുള്ള ആളുകളുമായിട്ട് കുറച്ചുകൂടെ ബന്ധം സ്ഥാപിക്കുകയും അവരുടെ ഒരു വേരുറപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു തീരത്തിൽ. ഇതുകൂടാതെ ഗോവ, ദാമൻ, ദിയു, മംഗലാപുരം, നാഗപട്ടണം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചുകൊണ്ട് പോർച്ചുഗീസുകാർ താവളം ഉറപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രാദേശിക ശക്തികളുടെ എതിർപ്പ് കാരണം 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ സ്വാധീനം പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയും ചെയ്തു എന്നുള്ളതാണ്. ഇനി പോർച്ചുഗീസുകാർ ഏഷ്യയിലേക്കുള്ളൊരു യാത്ര നടത്തി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ യാത്രയെ ഏറ്റവും അധികം കാരണമായിട്ടുള്ള അല്ലെങ്കിൽ യാത്രയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാർട്ടസ് എന്ന് പറയുന്നത്. എന്താണ് കാർട്ടസ് എന്ന് പറയുന്നത്? പോർച്ചുഗീസുകാർ കപ്പലുകൾക്ക് നൽകിയിരുന്ന യാത്രാനുമതി പത്രമാണ് കാർട്ടസ് എന്ന് പറയുന്നത്. യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു അനുമതി നൽകുന്ന ഒരു പത്രമാണ് കാർട്ടസ് എന്ന് പറയുന്നത്. പാസ്പോർട്ടൊക്കെ നൽകുന്നത് പോലെ കപ്പലുകളുടെയും ജോലിക്കാരുടെയും ആയുധങ്ങളുടെയും വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയായിരിക്കും ഈ കാർട്ടസ് എന്ന് പറയുന്നത്. അതിന് അംഗീകാരം ലഭിച്ചാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു യാത്ര ആരംഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അറബിക്കടലിലെ കച്ചവടം നിയന്ത്രിക്കാൻ ഇത് പോർച്ചുഗീസുകാരെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന സമയത്ത് അതൊരു സ്ഥാനപ്പേരാണ്, ഒരാളുടെ പേരല്ല. അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന രാജവംശം അല്ലെങ്കിൽ രാജാക്കന്മാര് എന്ന് പറയുന്നത് സാമൂതിരിമാരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞൂലേ. ഈ സാമൂതിരിമാരുടെ നാവിക പടയായിരുന്നു കുഞ്ഞാലിമാർ എന്ന് പറയുന്നത്. സാമൂതിരിയുടെ നാവിക പടയായിരുന്നു കുഞ്ഞാലിമാർ അല്ലെങ്കിൽ കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത്. ഈ ഒരു നാവിക പടയുടെ തലവന്മാരായിരുന്നു അവരെന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളിൽ നിന്നും മലബാർ തീരത്തെ കുഞ്ഞാലിമാരെ എന്ത് ചെയ്യണ്ടായി, സംരക്ഷിക്കുകയുണ്ടായി. അന്ന് 4 കുഞ്ഞാലിമാരാണ് പ്രധാനമായിട്ടും ഉള്ളത്. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരൊക്കെ എന്തായിരുന്നു? സാമൂതിരിയുടെ നാവിക പടയുടെ തലവന്മാരായിരുന്നു. മലബാർ തീരത്തെ പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളിൽ നിന്നും അവരെന്ത് ചെയ്തു, സംരക്ഷിക്കുകയുണ്ടായി എന്നുള്ളതാണ്. പിൽക്കാലത്ത് ഈ ഒരു കുഞ്ഞാലി മരക്കാരെ സംബന്ധിച്ചുകൊണ്ട് സിനിമയൊക്കെ ഇറങ്ങുന്നുണ്ട് അല്ലേ, നമുക്കറിയാം. ഇനി പോർച്ചുഗീസുകാരുമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിൽ കുഞ്ഞാലിമാർ വളരെയധികം അഡ്വാൻസ് ചെയ്യുകയും പോർച്ചുഗീസുകാരെ കുറേയധികം കാലഘട്ടത്തേക്കൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പോർച്ചുഗീസുകാരുമായിട്ടുള്ള ഈ ഒരു യുദ്ധത്തിൽ കുഞ്ഞാലി 4 സാമൂതിരി ഒറ്റിക്കൊടുക്കുകയാണ് പിന്നീട്. അങ്ങനെ 1600 ഗോവയിൽ വെച്ചിട്ട് കുഞ്ഞാലി 4 പോർച്ചുഗീസുകാരെ വധിക്കുകയുമാണ് ചെയ്യുന്നത്. അതോടുകൂടി കുഞ്ഞാലിമാരിൽ നിന്നും ഉണ്ടായിരുന്ന ആ ഒരു എതിർപ്പ് പോർച്ചുഗീസുകാർക്ക് എന്തായി, അതോടുകൂടി ഇല്ലാതെയാവുകയാണ്. ഓക്കെ, ഇനി പോർച്ചുഗീസുകാർ കേരളത്തിൽ വരികയും അവരുടെ വ്യാപാര ബന്ധങ്ങൾ വളരെയധികം ഉറപ്പിക്കുകയും തദ്ദേശീയരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞൂലേ. പോർച്ചുഗീസുകാർ കേരളത്തിൽ വരികയും വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ഇത് കൂടാതെ ഇവിടെയുള്ള തദ്ദേശീയരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞൂലേ. ഇതുകൂടാതെ അവരിവിടെ വന്ന് വ്യാപാര ബന്ധം നടത്തി ഇവിടെ താമസിച്ച് പോയതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം സ്വാധീനങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പോർച്ചുഗീസുകാരുടെ കുറച്ച് സംഭാവനകളുണ്ട്. അതിലാദ്യത്തേതാണ് അവർ നൽകിയിട്ടുള്ള കുറച്ച് കാർഷിക വിളകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്രിവാലൻ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന പല കാർഷിക വിളകളും കശുമാവ്, പപ്പായ, പേരയ്ക്ക, കൈതച്ചക്ക ഇവയൊക്കെ പോർച്ചുഗീസുകാർ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളവയാണ്. ഇതുകൂടാതെ മലയാളത്തിലുള്ള കുറച്ച് പദങ്ങൾ പോർച്ചുഗീസ് പദങ്ങളാണ്. ഇപ്പം അത് മലയാളം പദങ്ങളാണ്, എന്നാലും പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് അവരുടെ ഭാഷയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള പദങ്ങളാണ് ഇവ എന്ന് പറയുന്നത്. മേശ, കസേര, അലമാര, ജനല്, തൂവാല, ചാവി, വരാന്ത, ലേലം, കുരിശ്, പാതിരി എന്നിവയൊക്കെ തന്നെയും എന്താണ്, പോർച്ചുഗീസുകാരുടെ ഭാഷയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുള്ള വാക്കുകളാണ്. ഇതുകൂടാതെ പോർച്ചുഗീസുകാർ ഇവിടെ നടത്തിയിട്ടുള്ള വാസ്തുവിദ്യയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്ത് കൂടുതലായിട്ട് നിൽക്കുന്ന വാസ്തുവിദ്യകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവൂലേ. ഇപ്പോൾ പോർച്ചുഗീസുകാർ ഇവിടെ വരികയും ഇവിടുത്തെ വാസ്തുവിദ്യയെ അവർ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ സ്വാധീനത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കോട്ടകളാണ് അതിൻ്റെ ഉദാഹരണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് മാനുവൽ കോട്ട എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമ്മുടെ SCERT പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു കൊടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടെ നമ്മളൊന്ന് നോക്കി വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായിട്ടുള്ള മാനുവൽ കോട്ടയാണ് ആദ്യത്തേത്. അത് കൊച്ചിയിലാണ് സ്ഥാപിക്കുന്നത്. ഇത് പോർച്ചുഗീസുകാരുടെ ഒരു സംഭാവനയാണ്. അതുകൂടാതെ കൊച്ചി, ഗോവ, ദാമൻ, ദിയു എന്നിവിടങ്ങളിൽ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു, ആധിപത്യം സ്ഥാപിക്കുകയുണ്ടായി.
ഇതുകൂടാതെ അച്ചടി വിദ്യ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ പ്രിന്റിംഗ് പ്രചരിപ്പിക്കുക എന്നുള്ളതിൽ അവരുടെ ഒരു സ്വാധീനം വളരെയധികം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ചവിട്ട് നാടകം, മാർഗം കളി എന്നീ കലാരൂപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ മൂലമാണ്. ഇതുകൂടാതെ യൂറോപ്യൻ രീതിയിലുള്ള കെട്ടിട നിർമ്മാണം ഇവിടെ ആരംഭിച്ചു. യൂറോപ്യൻ യുദ്ധമുറകളും ആയുധങ്ങളും ഇവിടെ പരിചയപ്പെടുത്തി. ഇതുകൂടാതെ പരിവർത്തനത്തെക്കുറിച്ച് നമ്മൾ പറയുണ്ടായില്ലേ. അപ്പോൾ ക്രിസ്തു മത പഠന കേന്ദ്രങ്ങൾ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. ഇവയൊക്കെ തന്നെ പോർച്ചുഗീസുകാരുടെ സംഭാവനകളായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ളവയാണ്. പോർച്ചുഗീസുകാരെ തുടർന്ന് കേരളത്തിൽ എത്തിച്ചേരുന്ന മറ്റൊരു യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ എന്ന് പറയുന്നത്. ഹോളണ്ടിൽ നിന്നും നെതർലാൻഡിൽ നിന്നുമുള്ള ആളുകളാണ് ഡച്ചുകാർ അന്ന് കേരളത്തിൽ എത്തിച്ചേരുന്നത്. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിൽ എത്തുന്ന യൂറോപ്യൻ ശക്തിയാണ് ഡച്ച് സ്വാധീനം എന്ന് പറയുന്നത്. അവർ പ്രധാനമായിട്ടും കുറച്ച് പ്രദേശങ്ങളിൽ വാണിജ്യ ബന്ധങ്ങൾ അല്ലെങ്കിൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയാണ് അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഈ രണ്ട് യൂറോപ്യൻ ശക്തികൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ യൂറോപ്യൻ ശക്തികൾ ഒരു പ്രദേശത്തേക്ക് എത്തുന്ന സമയത്ത് അന്ന് പ്രാദേശികമായിട്ടുള്ള മത്സരം കൂടാതെ ആ രണ്ട് യൂറോപ്യൻ ശക്തികൾ തമ്മിലുള്ള കിടമത്സരങ്ങൾ വളരെയധികം ഉണ്ടാവും അല്ലേ. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഡച്ചുകാർ കച്ചവട മത്സരത്തിൽ പോർച്ചുഗീസുകാരെ എന്ത് ചെയ്യുന്നുണ്ട്, പരാജയപ്പെടുത്തുന്നുണ്ട്. ഇതുകൂടാതെ ഡച്ചുകാർക്ക് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ശക്തിക്ക് ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വലിയ തിരിച്ചടിയായിരുന്നു കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എടുത്തു കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണിത്. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കുളച്ചൽ യുദ്ധത്തിൻ്റെ ആ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് പ്രാദേശികനായിട്ടുള്ള ഒരു രാജാവ് ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയാണ് ഈ ഒരു കുളച്ചൽ യുദ്ധത്തിലൂടെ. കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചൽ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിക്കുന്നതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, അന്ന് ഈ ഒരു ഡച്ചുകാരുടെ ക്യാപ്റ്റൻ ആയിരുന്ന ഡിലനോയി പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ രാജ്യത്തേക്ക് വരികയും ഇവിടെ തന്നെ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി ഈ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ഡച്ചുകാരുടെ ഇന്ത്യയിലുള്ള ഒരു ആധിപത്യം എന്ത് ചെയ്യാണ്, അതോടുകൂടി അവസാനിച്ചു പോവുകയാണ്. ഒരു യൂറോപ്യൻ ശക്തിയെ ഇന്ത്യൻ ഭരണാധികാരി പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അതിൻ്റെ സ്മാരകമാണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 നടക്കുന്നത്. കുളച്ചലിൽ വെച്ചാണെന്ന് നമ്മൾ പറഞ്ഞു. അന്ന് ഡച്ച് സൈന്യാധിപനായിട്ടുള്ള ഡിലനോയി ഉൾപ്പെടെയുള്ളവരെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നുണ്ട്, തടവിലാക്കുന്നുണ്ട്. ഈ ഒരു യുദ്ധം കേരളത്തിലെ ഡച്ച് സ്വാധീനത്തെ അപ്പാടെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. ഡിലനോയി പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡച്ചുകാരുടെ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയും ഈ ഒരു പുസ്തകം തന്നെയായിരുന്നു. കേരളത്തിലെ അന്ന് അറിവിലുണ്ടായിരുന്ന 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അന്ന് ഈ ഒരു പുസ്തകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്നത് ഡച്ച് ഗവർണർ ആയിട്ടുള്ള ഹെൻറിക് വാൻ റീഡ് ആണ് ഈ ഒരു പുസ്തകം നിർമ്മിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത്, നേതൃത്വം നൽകുന്നത്. അന്ന് അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള തദ്ദേശീയനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഇട്ടി അച്യുതനാണ്. അദ്ദേഹം ഒരു മലയാളി വൈദ്യനായിരുന്നു. ഇവരുടെ സഹായത്തോടുകൂടി അന്ന് അറിവിലുണ്ടായിരുന്ന 742 ഔഷധ സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എന്ത് ചെയ്യാണ്, ഇറങ്ങുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഒരു പുസ്തകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഹോർത്തൂസ് മലബാറിക്കസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള മറ്റ് വ്യക്തികൾ എന്ന് പറയുന്നത് അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരാണ്. ഇതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എന്തുകൊണ്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റാണ്. മലയാള അക്ഷരങ്ങൾ അല്ലെങ്കിൽ മലയാള ലിപി അച്ചടിയിൽ അച്ചടിച്ച് വന്നിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഈ കൃതി പിന്നീട് മലയാളത്തിലേക്കും അതുകൂടാതെ ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്യുകയുണ്ടായി. ആ ഒരു വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുകയും വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ബൊട്ടാണിസ്റ്റ് ആയിരുന്നു ഡോക്ടർ KS മണിലാൽ എന്ന് പറയുന്നത്. അദ്ദേഹം
അദ്ദേഹം 2025 ജനുവരി 1 അന്തരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന കൃതി മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാൽ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ബൊട്ടാനിസ്റ്റ് ആണ് എന്നുള്ളത് നോക്കി വെച്ചേക്കുക. ഹോർത്തൂസ് മലബാറിക്കസിന്റെ ആ ഒരു നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള തദ്ദേശീയനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഇട്ടി അച്യുതൻ എന്ന് നമ്മൾ പറഞ്ഞൂലേ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്ത് കടക്കരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു, ഒരു പ്രഗത്ഭനായിട്ടുള്ള പരമ്പരാഗത നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. ഡച്ചുകാരെ പിന്തുടർന്നുകൊണ്ട് ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുകയും അതിനുശേഷം ഫ്രഞ്ചുകാര് കേരളത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ്. ഫ്രഞ്ചുകാരെ കുറിച്ച് പറയുന്ന സമയത്ത് ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരെത്തുകയും അതിനുശേഷമാണ് ഫ്രഞ്ചുകാർ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 യൂറോപ്യൻ ശക്തികൾ നമ്മുടെ തീരത്തെത്തി വ്യാപാരത്തിന് വേണ്ടിയിട്ട് പരസ്പരം എന്ത് ചെയ്യാണ്, ആ ഒരു മത്സരം ഉണ്ടാവുകയാണ്. അവർ തമ്മിലുള്ള ആ ഒരു കിടമത്സരം വളരെയധികം വർദ്ധിക്കുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഈ വ്യാപാര ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള ആ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് പരസ്പരം മത്സരം ഉണ്ടാവുകയാണ്. അങ്ങനെ ഇന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കർണാട്ടിക് യുദ്ധത്തിൽ അന്തിമമായിട്ട് ബ്രിട്ടീഷുകാർ വിജയിക്കുകയും അതോടുകൂടി ഫ്രഞ്ചുകാർക്ക് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു സ്വാധീനം നന്നേ കുറഞ്ഞു പോവുകയും ചെയ്യുകയാണ്. അതേ തുടർന്ന് ഫ്രഞ്ചുകാരുടെ ആ ഒരു സ്വാധീനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും അതുകൂടാതെ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് നമ്മൾ കർണാട്ടിക് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ പ്രദേശത്താണ് ഈ ഒരു കർണാട്ടിക് യുദ്ധം നടക്കുന്നത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് അന്ന് നടക്കുന്നത്. 3ാമത്തെ കർണാട്ടിക് യുദ്ധത്തിൽ അന്തിമമായിട്ട് ബ്രിട്ടീഷുകാർ വിജയം വരിക്കുകയുമാണ് ചെയ്യുന്നത്. ഫ്രഞ്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരെ കുറിച്ച് നമുക്ക് നോക്കണം അല്ലേ. ഫ്രഞ്ചുകാർക്ക് മുൻപേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിപ്പെടുന്ന ആളുകളാണ് ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നത്. ഇന്ത്യ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കോളനി വാഴ്ചയുടെ കാലഘട്ടമായിരുന്നു ബ്രിട്ടീഷുകാർ കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന്റെ ആ ഒരു ആദ്യ കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1639 പ്രാദേശിക രാജാവായിട്ടുള്ള ധാർമല വെങ്കിടാദ്രി നായക എന്ന് പറയുന്ന വ്യക്തി അന്ന് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാണ്, നൽകുകയാണ്. അപ്പോൾ ഒരു വ്യാപാരത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് വിറ്റ് ഇവിടെ നിന്ന് ലാഭം കൊണ്ട് തിരിച്ചങ്ങോട്ട് പോകാം എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ വന്നിട്ടുള്ള യൂറോപ്യൻ ശക്തിക്ക് ഇവിടെ ഒരു പ്രദേശം അവർക്കായിട്ട്, ഒരു തുറമുഖം അവർക്കായിട്ട് ലഭിക്കുകയാണ് ഈ ഒരു തുടക്കകാലത്ത്. അതിനുശേഷം 1662 പോർച്ചുഗീസ് രാജകുമാരിയായിട്ടുള്ള കാത്രിനെ വിവാഹം ചെയ്ത സമയത്ത് ബ്രിട്ടീഷ് രാജാവ് ചാൾസ് 2 സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് ബോംബെ എന്ന് പറയുന്നത്. ഇത് പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ വ്യാപാരത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള കമ്പനിക്ക് കുറച്ച് പ്രദേശങ്ങൾ സ്വന്തമായിട്ട് അവർക്ക് ലഭിക്കുകയാണ്. ഇതിനുശേഷം 1698 സുനനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുകയും അവർ ഈ 3 ഗ്രാമങ്ങളെ ചുറ്റിയിട്ട് വില്യം കോട്ട അല്ലെങ്കിൽ വില്യം ഫോർട്ട് എന്നറിയപ്പെടുന്ന ഒരു കോട്ട നിർമ്മിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രദേശമാണ് പിന്നീട് കൽക്കട്ട എന്ന് അറിയപ്പെടുന്നത്. ആ ഒരു പ്രദേശമാണ് സുതനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്ന് പറയുന്ന പ്രദേശങ്ങൾ. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ആധിപത്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അവർ പതുക്കെ കച്ചവട ബന്ധങ്ങളിൽ നിന്നും പൊളിറ്റിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസിലേക്ക്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ കടന്നു കയറുന്ന സമയത്ത് അവർക്ക് പല പ്രാദേശിക ശക്തികളിൽ നിന്നും അല്ലെങ്കിൽ കുറേ സംഘടനകളിൽ നിന്നും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എതിർപ്പുകൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഒരു എതിർപ്പുകളുടെയൊക്കെ തുടക്കം ആരംഭിക്കുന്നത് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്ന ഒരു കലാപത്തിൽ നിന്നുമാണ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്.
ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിതമായിട്ടുള്ള കലാപമാണ് 1721 ഏപ്രിൽ 15 നടന്നിട്ടുള്ള ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഈ ഒരു കലാപത്തെ സംബന്ധിച്ച് ഇതിനു മുൻപും ബ്രിട്ടീഷുകാരുടെ ആ ഒരു വ്യാപാരത്തെയോ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു അധികമായിട്ടുള്ള കടന്നുകയറ്റത്തിനെ കുറിച്ചിട്ടോ എതിർത്തുകൊണ്ട് പല ശക്തികളിൽ നിന്നും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ അവർക്ക് എതിർപ്പ് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സംഘടിതമായിട്ട് ഒരു സംഘം ആളുകളിൽ നിന്നും ഒരു എതിർപ്പ് നേരിടേണ്ടി വരുന്നത് ആറ്റിങ്ങൽ കലാപത്തോടു കൂടിയാണ്. അന്ന് കുരുമുളക് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്നിട്ടുള്ള ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരെ വളരെയധികം ഇടപെട്ടിരുന്നു. ഈ ഒരു ഇടപെടലെ തുടർന്ന് പ്രാദേശികമായിട്ടുള്ള രാജാക്കന്മാരെ അവർക്ക് പിന്തുണ നൽകിയിരുന്നു. ഇതാണ് ഈ ഒരു കലാപത്തിലേക്ക് വഴിവെക്കാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപത്തിന് കാരണമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 1721 ഏപ്രിൽ 15 140 പേരെ അന്ന് കലാപകാരികൾ വധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അന്ന് നാട്ടുപ്രമാണിമാരുടെ എതിർപ്പ് വകവെക്കാതെ അന്ന് രാജാക്കന്മാർക്ക് സമ്മാനം നൽകാൻ വേണ്ടിയിട്ട് അന്ന് ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ വരുന്ന ആ ഒരു സംഘത്തെ പ്രാദേശികരായിട്ടുള്ള നാട്ടുകാരെ വളയുകയും ആക്രമിക്കുകയുമാണ് ചെയ്യുന്നത്. അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട, അഞ്ചുതെങ്ങിലെ അന്ന് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്ന ആ ഒരു അഞ്ചുതെങ്ങ് കോട്ട അന്ന് നാട്ടുകാരെ വളയുകയും ഉപരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ ആദ്യത്തെ സംഘടിതമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് മാറുകയാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വന്നു ചേർന്നിട്ടുള്ള ഇവിടെ വന്ന് വ്യാപാര ബന്ധങ്ങളും അതുകൂടാതെ പല പ്രദേശങ്ങൾ കീഴടക്കുകയും കോളനി ഭരണം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ള കുറേയധികം യൂറോപ്യൻ ശക്തികളുണ്ട് അല്ലേ? ഈ യൂറോപ്യൻ ശക്തികൾ കേരള തീരം തൊട്ട ആ ഒരു ക്രമം നമുക്കൊന്ന് നോക്കിപ്പോണം. അതിൽ പ്രധാനമായിട്ട് ആദ്യമായിട്ട് കേരളത്തിൽ എത്തിച്ചേരുന്ന യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. അവരെ പിന്തുടർന്നുകൊണ്ടാണ് ഡച്ചുകാർ ഇവിടെ എത്തിച്ചേരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ വരികയും ഏറ്റവും അവസാനമായിട്ട് കേരള തീരം തൊടുന്ന യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ ഒരു ക്രമം എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യൂറോപ്യന്മാരുടെ ആദ്യകാലം അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പോയിട്ടുണ്ട്. 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 12ാം ക്ലാസ് തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിലെല്ലാം തന്നെ യൂറോപ്യന്മാരുടെ ആഗമനത്തെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തി പോയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ SCERT പാഠപുസ്തകങ്ങളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ക്രോഡീകരിച്ചു കൊണ്ടാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.